ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, നമ്മുടെ ദിവ്യനാഥൻ്റെ മുന്നിൽ ഏറെ സ്നേഹത്തോടും നന്ദിയോടും കൂടെ നമുക്ക് ആയിരിക്കാം. ഫിലിപ്പിയർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിനാൽ ഇപ്രകാരം നാം കാണുന്നു: ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനകളിലൂടെ അപേക്ഷകളിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഇന്നത്തെ ഈ ദിവസം ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുതന്നെയാണ്. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, പരിഭ്രമിക്കുകയോ സങ്കടപ്പെടുകയോ വേണ്ട. മറിച്ച് പ്രാർത്ഥനകളിലൂടെ അപേക്ഷകളിലൂടെ യാചനകളിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവിൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്താം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. ഈ വചനങ്ങളോട് ചേർന്ന് നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ അർപ്പിക്കാനായിട്ടുള്ള വലിയ ആഗ്രഹത്തോടെ ഈ വചനത്തിൻ്റെ ശക്തിയോട് ചേർന്ന് നമ്മുടെ ആകുലതകളെയും നമ്മുടെ വിഷമങ്ങളെയും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവിടുത്തെ ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈശോയെ അനുഗ്രഹിക്കണമേ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. നമ്മളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്ന ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്
ഈ തിരുമണിക്കൂറിൽ ആയിരിക്കാം. കാരണം അവിടുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ സങ്കടങ്ങൾ അറിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മളെ സ്നേഹിക്കുവാനും നമ്മളോട് കാരുണ്യം കാണിക്കുവാനും താല്പര്യമുള്ള തമ്പുരാൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുക. സ്നേഹമുള്ളവരെ, ഈ മണിക്കൂറിൽ തിരുവചനങ്ങളോട് ചേർന്ന് അവിടുത്തെ ആശ്വാസവും അനുഗ്രഹവും പ്രാപിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. 1 സാമുവേൽ 1-ാമത്തെ അധ്യായത്തിൽ ഹന്നയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. എഫ്രായിം മലനാട്ടിലെ ആ ഹന്നയോട് ചേർന്ന്, ആ മനോഭാവങ്ങളോട് ചേർന്ന് ഈ തിരുമണിക്കൂറിൽ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. മക്കളില്ലാത്ത ഹന്ന ദേവാലയത്തിൽ ചെന്ന് ഹൃദയം നൊന്തു പ്രാർത്ഥിക്കുന്നത് നമ്മുടെ തിരുവചനത്തിൽ കണ്ടെത്തുന്നുണ്ട്. അതെ, അവൾ ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവളുടെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങെന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ഈ ദാസിയെ വിസ്മരിക്കരുതേ എന്ന്. ഹന്നയുടെ ഹൃദയം നിറഞ്ഞ ആ പ്രാർത്ഥനയുടെ വാക്കുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകേ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങെന്നെ വിസ്മരിക്കരുതേ, അങ്ങയുടെ ദാസിയെ അനുസ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ സങ്കടങ്ങൾ കണ്ട് മനസ്സലിവുള്ള ദൈവമാണിത്. നമ്മുടെ വേദനകളിൽ നമ്മളെ കരം ചേർത്ത് ഇറുക്കി പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ദൈവമാണിത്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, കരുണയുള്ള ദൈവം, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. ഈശോയുടെ ആശ്വാസത്തെ മനസ്സിലോർത്ത് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ദയ നമ്മുടെ ജീവിതത്തിലേക്ക് ആഴ്ന്ന് പതിക്കുന്നതിന് വേണ്ടിയുള്ള ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ പദധാരിൽ ചേർന്നിരുന്നെന്നും ഞാൻ മനസ്സിലെ നൊമ്പരങ്ങൾ ഒന്നൊന്നായി പങ്കുവയ്ക്കുമ്പോൾ, നിൻ പദധാരിൽ ചേർന്നിരുന്നെന്നും ഞാൻ മനസ്സിലെ നൊമ്പരങ്ങൾ ഒന്നൊന്നായി പങ്കുവയ്ക്കുമ്പോൾ, ആണിപ്പഴുതുള്ള നിൻ കരം ചേർത്ത് ആശ്വാസമേകണേ ദൈവമേ. ആണിപ്പഴുതുള്ള നിൻ കരം ചേർത്ത് ആശ്വാസമേകണേ ദൈവമേ. വചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്. ഹന്ന ഇങ്ങനെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളുടെ അധരം ചലിക്കുന്നുണ്ട്, ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല. ഹൃദയത്തിൻ്റെ വികാരങ്ങൾ നിറഞ്ഞ പ്രാർത്ഥനയുമായി ഹന്ന ദൈവസന്നിധിയിലായിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഹന്നയെപ്പോലെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ നിറഞ്ഞ പ്രാർത്ഥനയോടെ ഈശോയുടെ സന്നിധിയിലായിരിക്കാം. ദൂരെ നിന്ന് ഹന്നയെ കാണുന്ന ഏലി, അവൾ ലഹരി പിടിച്ചുന്മത്തയായിട്ടായിരിക്കുന്നതെന്ന് കരുതി അവളെ സമീപിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹന്നയുടെ മറുപടി ഇപ്രകാരമാണ്: ഗുരു, അങ്ങനെയല്ല. വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഞാൻ ഭക്ഷിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുന്നിൽ എൻ്റെ ഹൃദയ വികാരങ്ങൾ
ഞാൻ പകരുകയാണ് എന്ന് അവൾ മറുപടി പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഹന്നയുടെ മനോഭാവത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ പേറുന്ന നമ്മൾ ഈ തിരുസന്നിധിയിലായിരിക്കുകയാണ്. ആ വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവരാണ് നാം. ഒന്നോർത്ത് നോക്കുകയും മനസ്സിൻ്റെ ഭാരങ്ങൾ എന്തെല്ലാമാണ്, നമ്മുടെ മനസ്സിൻ്റെ നോവുകൾ എന്തെല്ലാമാണ്. ഹൃദയം നുറുങ്ങുന്ന വിചാരവികാരങ്ങൾ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ പങ്കുവയ്ക്കാം. കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളെയും ചലനങ്ങളെയും, കണ്ണിൽ മിഴി നിറയുന്നതും നമ്മുടെ വാക്കുകൾ പതറി വീഴുന്നതും, നമ്മുടെ മനസ്സിൽ കുടുങ്ങിക്കിടക്കുന്ന സങ്കടത്തിൻ്റെ തിരയിളക്കങ്ങളെല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നതെന്ന് തിരിച്ചറിയുക. അപ്പോഴാണ് ഹന്നയെ പോലെ മനോവേദനകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പകർന്നിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും അതേപടി കുടഞ്ഞിട്ടിട്ട് സാന്ത്വനത്തിൻ്റെ അനുഭവങ്ങൾ സ്വന്തമാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പടിയിറങ്ങാനാവൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കണ്ണിറക്കുന്ന അനുഭവങ്ങളും മനം മടുപ്പിക്കുന്ന വേദനകളുമൊക്കെ ഈ ദൈവത്തിൻ്റെ തിരുസന്നിധി സമർപ്പിച്ച് ആശ്വാസത്തിനായി നമുക്ക് അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കാം. അരികിലായി വാഴണേ, ചാരിടാം ആ മാർവിൽ ഞാൻ നിൻ സ്നേഹം നുകർന്നിടാം. യേശുവേ, അരികിലായി വാഴണേ, ചാരിടാം ആ മാർവിൽ ഞാൻ നിൻ സ്നേഹം നുകർന്നിടാം. നമ്മുടെ ഇരുകരങ്ങളും നമ്മുടെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കാം. ഹന്നയെപ്പോലെ ഹൃദയവിചാരങ്ങൾ, ഹൃദയത്തിൻ്റെ സങ്കടങ്ങൾ, ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്ന നമുക്ക് നമ്മുടെ ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കൈക്കകത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ? അവ അതിലും വേഗം തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുക. അപ്പോൾ നമുക്ക് പത്രോസ് ശ്ലീഹായെ പോലെ ഇപ്രകാരം പറയാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാം തിരുവചനത്തിലൂടെ പറയുന്നത് പോലെ നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലല്ലേ? ശരിയാണ് കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്കാ പോകേണ്ടത്? ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് അറുതി വരുത്തുവാൻ, ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം കാണുവാൻ അങ്ങയുടെ സന്നിധി അല്ലാതെ മറ്റൊരു സുരക്ഷിതമായ ഇടവും ഞങ്ങൾ കണ്ടെത്തുന്നില്ല ദൈവമേ. ഈശോയെ, അങ്ങയുടെ അടുക്കലല്ലാതെ വേറെ ആരുടെ അടുത്താണ് ഞങ്ങൾ പോകേണ്ടത്? അങ്ങ് ഞങ്ങളെ മനസ്സിലാക്കുന്നത് പോലെ മറ്റാരും ഞങ്ങളെ മനസ്സിലാക്കില്ലെന്നും ഉൾക്കൊള്ളുന്നില്ലെന്നുമുള്ള സത്യം ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി അണയുവാൻ പ്രാപ്തരാക്കുകയാണ്. അതുകൊണ്ട് ഈശോയെ, ഞങ്ങളുടെ ഹൃദയവേദനകൾ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ സങ്കടങ്ങൾ കാണണമേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നിറഞ്ഞ മനസ്സുമായി നിന്റെ ആശ്വാസം തേടിയതാ നിന്റെ പ്രിയമക്കൾ നിന്റെ സന്നിധിയിൽ. മനസ്സിൻ മുറിവായി തീർന്നൊരാ ഓർമ്മകൾ മായ്ക്കുവാൻ വന്നിടും എന്നാഥാ. മനസ്സിൻ മുറിവായി തീർന്നൊരാ ഓർമ്മകൾ മായ്ക്കുവാൻ വന്നിടും എന്നാഥാ. നീ തരുന്ന
ജീവിത നോവുകളിൽ താങ്ങായി വന്നിടും എന്നാഥാ. സ്നേഹമുള്ളവരെ, ഹൃദയത്തിൻ്റെ പ്രാർത്ഥന എന്നാൽ മനസ്സ് നിറഞ്ഞ് പങ്കുവയ്ക്കുക എന്ന അർത്ഥം. ഈ ദിവ്യകാരുടെ നാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അന്റോണിയേറ്റ മിയ എന്ന കുഞ്ഞു വിശുദ്ധയുടെ ഓർമ്മ മനസ്സിൽ നമുക്കൊന്ന് സൂക്ഷിക്കാം. ഇറ്റലിയിൽ 1930 മുതൽ 37 വർഷങ്ങളിൽ വെറും 7 വർഷം മാത്രമേ ഭൂമിയിൽ ജീവിച്ച ഒരു കുഞ്ഞു വിശുദ്ധ. അവൾ ചെയ്തത് ഇപ്രകാരം മാത്രമാണ്. ഓരോ ദിവസവും തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ഈശോയോട് ഹൃദയം തുറന്ന് പങ്കുവെച്ചു. എഴുത്തും വായനയുമൊക്കെ അല്പം വശം കുറവായിരുന്ന അവളുടെ അമ്മ ഓരോ ദിവസത്തിലും ഈശോയുടെ സന്നിധിയിൽ വന്ന് പതിയെ പതിയെ പങ്കുവെക്കുന്ന കാര്യങ്ങളെല്ലാം കുറിച്ചു വെച്ചു. അവൾ ചെയ്തത് ഇപ്രകാരം മാത്രം. ഈശോയുടെ സന്നിധിയിൽ ഓരോ ദിവസവും നടന്ന കാര്യങ്ങളൊക്കെ പെറുക്കി പെറുക്കി പറഞ്ഞു. ഇന്ന് ലോകത്തിനു മുമ്പിൽ അവളുടെ വിശുദ്ധിയുടെ മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നത് അപ്രകാരം അവൾ പറഞ്ഞ കുഞ്ഞു കാര്യങ്ങളാണ്. അത് കത്തുരൂപേണ എഴുതി സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു 163 കുഞ്ഞു കത്തുകളാണ് അന്റോണിയേറ്റ മിയയുടെ വിശുദ്ധിയുടെ മാനദണ്ഡമായിട്ട് മാറിയിരിക്കുക. അവൾ വിശുദ്ധിയായി മാറുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധിയായിട്ട് അവൾ മാറും. സ്നേഹമുള്ളവരെ, ഈ ദിവ്യനാഥന്റെ സന്നിധിയിൽ അന്റോണിയേറ്റ മിയയുടെ കുഞ്ഞു സുഹൃത വഴിയെ നമുക്ക് ഓർത്തെടുക്കാം. ഹന്നയെ പോലെ, ഈ അന്റോണിയേറ്റ മിയയെ പോലെ ഈശോയുടെ സന്നിധി നമ്മുടെ ദിനചര്യകളെ പങ്കുവയ്ക്കാം. അതിലെ സങ്കടങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും നേട്ടങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വതും ദൈവത്തോട് പങ്കുവെക്കുന്നതിനേക്കാൾ മഹത്തരമായ ഒരു നിമിഷത്തിൻ്റെ കണികയുടെ കണിക പോലും കണ്ടുപിടിക്കുവാൻ ഈ മനുഷ്യായുസ്സിൽ നമുക്ക് സാധിക്കുകയില്ല. അത്രത്തോളം മഹത്തരമാണ് ഈ അപ്പത്തിൻ്റെ മുന്നിലിരിക്കുന്ന ദിവ്യകാരുണ്യ നാഥൻ്റെ സാന്നിധ്യം അനുഭവിച്ചിരിക്കുക എന്നാൽ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മനസ്സ് തുറന്ന് പങ്കുവെക്കുന്നിടത്ത് ദൈവത്തിൻ്റെ അഭിഷേകം നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്ത് പെയ്തിറങ്ങുമെന്ന് വിശ്വസിച്ചേ മതിയാവൂ. നമ്മുടെ ഹൃദയം തുറക്കുന്നിടത്ത് ദൈവം നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മൾ പോലും അറിയുകയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശ്വാസവും കരുതലും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സന്നിധിയിലായിരിക്കാം. നിന്നെ നോക്കിയിരിക്കാനേ കഴിയുന്നുള്ളൂ, നിൻ സ്നേഹമോർത്തു കരയാനേ ആകുന്നുള്ളൂ. നിന്നെ നോക്കിയിരിക്കാനേ കഴിയുന്നുള്ളൂ, നിൻ സ്നേഹമോർത്തു കരയാനേ ആകുന്നുള്ളൂ. നിൻ സ്നേഹത്തിൻ ആഴമറിയാൻ എന്തു ഞാൻ ചെയ്യും, നിൻ ത്യാഗത്തിൻ വിലയാൽ എന്തു നൽകിടും. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 31-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ നശിപ്പിക്കുകയോ കൈവിടുകയോ ചെയ്യുകയില്ല.
സ്നേഹമുള്ളവരെ, ഇതിനുമപ്പുറത്ത് വലിയൊരു ആശ്വാസമാക്ക് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക? എത്ര വലിയ സാന്ത്വനത്തിൻ്റെ വാക്കുകളാണിത്! നുറുങ്ങിയ ഹൃദയത്തിലേക്ക് അവിടുത്തെ വാത്സല്യവും കരുണയും ചേർത്ത് വെക്കുന്ന ഒരു ദിവ്യ സ്പർശം ഈ വചനങ്ങളിലൂടെ അവിടുന്ന് നമുക്ക് തരുന്നുണ്ട്. കരുണയുള്ള കർത്താവ് നമ്മൾ തകർന്നു പോകാനോ തളർന്നിരിക്കാനോ ആഗ്രഹിക്കാത്ത ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സർവ്വതും സമർപ്പിച്ചു കൊള്ളട്ടെ. വീണുപോകാനോ പതറി വീഴാനോ ആഗ്രഹിക്കാത്ത ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്ന് പങ്കുവെച്ചോട്ടെ. നാളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഭാരമുണർത്തുമ്പോൾ, സ്വപ്നങ്ങൾക്ക് ശരിയായ ദിശ ലഭിക്കാതെ ഞങ്ങൾ വിഷമിക്കുമ്പോൾ, ഞങ്ങളുടെ തളർച്ചയോ പരാജയമോ പതനമോ ആഗ്രഹിക്കാതെ ഞങ്ങളെ കൈപിടിച്ചുയർത്തുകയും വളർത്തുകയും നയിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സർവ്വതും സമർപ്പിച്ചുകൊണ്ടായിരിക്കുന്നു. കാരണം നമ്മൾ ആരും തളരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആരും നശിച്ചു പോകുവാൻ അവിടുന്ന് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടല്ലേ നമ്മൾ നശിച്ചു പോകാതെ സുപുത്രനെ നൽകാൻ തക്ക വിധത്തിൽ അവിടുന്ന് പിതാവായ ദൈവം നമ്മളെ എത്രമാത്രം അധികമായി സ്നേഹിച്ചത്. സ്നേഹമുള്ളവരെ, ഈ വലിയ ആശ്വാസത്തിന്റെ സാന്നിധ്യത്തിന് മുന്നിൽ നമ്മളുടെ ചെറിയ ഇടർച്ച പോലും, നമ്മളുടെ ചെറിയ പതറിച്ച പോലും ഉറ്റുനോക്കി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിച്ച് നമുക്കായിരിക്കാം. സ്നേഹമുള്ളവരെ, ഈ ആരാധനയുടെ അവസാന മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. കാരണം ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും. അങ്ങാണ് എൻ്റെ ഏക പ്രത്യാശ. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങൾ സൗഖ്യമുള്ളവരാകും. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾ രക്ഷിക്കപ്പെടും. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ഏക പ്രത്യാശ. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, അവിടുത്തെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട്, നമ്മുടെ ഭാരങ്ങളും നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ സങ്കടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ കരുണയുടെയും സൗഖ്യം നൽകുന്ന അവിടുത്തെ സ്പർശത്തിൻ്റെയും വഴി നടത്തുന്ന അവിടുത്തെ കരുതലിൻ്റെ മുന്നിൽ സമർപ്പിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂക്കണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, എനിക്കതു മതിയേ.